പ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് യുകെയിലെത്തി ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെങ്കിൽ ഇവിടുത്തെ CBT, OSCE തുടങ്ങിയ കടമകൾ കടന്ന് പിൻ നമ്പർ ലഭിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെയുള്ള മിക്ക ഹോസ്പിറ്റൽ ട്രസ്റ്റുകളും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നും OET അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്ത നഴ്സുമാരെ അവരെ റിക്രൂട്ട് ചെയ്തിട്ട് ഇവിടെ CBT, OSCE തുടങ്ങിയ ട്രെയിനിങ്ങുകൾ കൊടുക്കും. അങ്ങനെ ട്രെയിനിങ് നടത്തി ട്രെയിനിങ്ങുകൾ കൊടുത്ത് പരീക്ഷ എഴുതി എക്സാം ക്ലിയർ ആയി കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ലഭിക്കും. അതിനുശേഷം രജിസ്റ്റേർഡ് നേഴ്സായി ജോലി കൊടുക്കും. അങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സകല ചെലവും ട്രസ്റ്റുകൾ തന്നെ എടുക്കുമായിരുന്നു. മാത്രമല്ല ഇവിടെ എത്തി ആദ്യത്തെ 2-3 മാസത്തെ ചെലവും ചില ട്രസ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഏജൻസികൾ വഴിയായിരുന്നു നിങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആ ഏജൻസികൾക്ക് ഒരു തുക നിശ്ചിത കമ്മീഷനായി ഈ ട്രസ്റ്റുകൾ കൊടുക്കാറുമുണ്ട്. ഇങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇതുവരെ നഴ്സുമാർ UK വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം 3 പ്രാവശ്യമാണ് നമുക്ക് ഈ CBT അല്ലെങ്കിൽ OSCE പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല ട്രെയിനിങ്ങും മറ്റും കൊടുക്കുന്നത് കൊണ്ട് തന്നെ 3 ചാൻസിനുള്ളിൽ എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കാറുണ്ട്. അഥവാ പാസ്സാവാൻ കഴിയാത്ത പക്ഷം തിരിച്ച് നാട്ടിലേക്ക് കയറി പോകേണ്ടി വരും. അതായിരുന്നു ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് ആളുകളായി, അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് എല്ലാം ഒരു തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലും അല്ലെങ്കിൽ സീനിയർ കെയർ വിസയിലേക്ക് വന്ന നിരവധി നേഴ്സുമാർ രജിസ്ട്രേഷൻ പിൻ നമ്പർ ലഭിച്ചു. പക്ഷേ നേഴ്സാവാൻ സാധിക്കാത്ത നിരവധി ആളുകളാണ് ഇവിടെ തന്നെ പല ഹോസ്പിറ്റലിലും ഉള്ളതായിട്ട് പല മലയാളികളും അങ്ങനെ ഉള്ളടക്കി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നിലവിലൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏജൻസികൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും എവിടെയാണോ അവിടെ നിന്നും വിസിറ്റിംഗ് വിസയിൽ UK എത്തുക നമ്മുടെ സ്വന്തം ചെലവിൽ, എന്നിട്ട് സ്വന്തം ചെലവിൽ ഇവിടെ താമസിച്ച് സ്വന്തം ചെലവിൽ ഫീസ് കൊടുത്ത് അവരുടെ തന്നെ സ്ഥാപനത്തിൽ CBT അല്ലെങ്കിൽ OSCE പഠിച്ച് കോച്ചിങ് എടുക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് പരീക്ഷ ഫീസ് അടിച്ച് പാസ്സാവുക. പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് NMC പിൻ നമ്പർ ലഭിക്കും. ഇതുവരെ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതിന് ശേഷം ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ, അതാണ് പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളായിട്ട് ഇവിടുത്തെ രീതി കണ്ടെടുത്തോളം ഇനി ഉടനെയെങ്ങാനും ഇവിടെ ഒരു ഓപ്പണിംഗ് നേഴ്സുമാർക്ക് ഉണ്ടാക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണിത്. കാരണം ഇതിനു മുമ്പും ഒരു 5-8 വർഷം മുമ്പ് ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് കോവിഡിന് ശേഷമാണ് തുടങ്ങിയത്. ഏകദേശം 5 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു 4-5 വർഷത്തേക്ക് അതിനപ്പുറത്തേക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. CBT പാസ്സായി കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു 2 വർഷം മാത്രമാണ് വാലിഡിറ്റി. CBTയും OSCEയും പാസ്സായി കിട്ടിയാൽ 5 വർഷം വരെ വാലിഡിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതൊക്കെ പാസ്സാകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും തുറക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ഇവിടെ വന്ന് ഇതെല്ലാം പാസ്സായി ഈ NMC രജിസ്ട്രേഷൻ കയ്യിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ലെങ്കിൽ ചെയ്യുക, അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും തുറന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് NMC രജിസ്ട്രേഷൻ നമ്മൾ കീപ്പപ്പ് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കും. അന്ന് ജോലിക്ക് നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ അത് എന്നാണ് എന്ന് വെച്ചാണ്. അതുപോലെ ചില്ലറ പൈസയൊന്നും അല്ല ചെയ്യുന്നതിനും. ഇനി അഥവാ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാലും UK വർക്ക് ചെയ്ത് 1800 മണിക്കൂറോ മറ്റോ അങ്ങനെ വർക്ക് ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ NMC രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് വേറെ മറ്റു രാജ്യങ്ങളിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ UK CBT അല്ലെങ്കിൽ OSCE പാസ്സാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭമുണ്ട് എന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.